നമസ്കാരം. ചാമക്കാല ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് പറയാൻ പോണത് എന്താണെന്ന് വെച്ചാൽ, യൂട്യൂബിൽ നമ്മൾ വീഡിയോ ചെയ്തിട്ട് നമ്മളെല്ലാവരും യൂട്യൂബിൻ്റെ ചാനൽ തുടങ്ങുന്നത് എന്തിനാ? എല്ലാവർക്കും എന്തെങ്കിലും ഏണിങ്സ് നേടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പുതുതായിട്ട് വരുന്നവരായാലും എല്ലാ യൂട്യൂബേഴ്സും ചാനലിൽ ഓരോ വീഡിയോ ഇട്ട് നമ്മൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇതിനകത്ത് ചില ചാനലുകൾക്ക് ചില പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട്. കാര്യം എന്താ വെച്ചാൽ, നമ്മൾ എത്ര നല്ല രീതിയിൽ വീഡിയോ ചെയ്താലും നമ്മൾക്ക് അവസാനം മോണിറ്റൈസേഷൻ്റെ സമയമാകുമ്പോൾ എന്താ സംഭവിക്കുക? ഒന്നുകിൽ റീയൂസ്ഡ് കണ്ടന്റ്, അല്ലെങ്കിൽ കോപ്പിറൈറ്റ്, അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ട് നമ്മൾക്ക് മോണിറ്റൈസേഷൻ കിട്ടാതെ വരുന്ന ഒരവസ്ഥ എല്ലാ ചാനലിനും ഉണ്ടാവാറുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓരോ വീഡിയോ ചെയ്യുമ്പോഴും വ്യൂവേഴ്സ് വരാതിരിക്കുക, അത് വേറൊരു വിഷയം. അതിനകത്ത് മെയിനായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വീഡിയോ ഇടുന്നത് കറക്റ്റായിട്ട് ഓരോ ടൈമിൽ തന്നെ ഇടാൻ ശ്രമിക്കുക. രണ്ടാമത്, നമ്മൾക്ക് യൂട്യൂബ് പുതിയൊരു ഓപ്ഷൻ നമുക്കെല്ലാവർക്കും തന്നിട്ടുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനകത്ത് ഒന്ന് റിമിക്സ്, ഗ്രീൻ സ്ക്രീൻ, അതുപോലെ തന്നെ കൊളാബ് ചെയ്തിട്ട് നമുക്ക് പൈസ ഉണ്ടാക്കാം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കൊളാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് നമ്മൾ യൂട്യൂബിൽ വരുന്നതിന് മുമ്പ്, യൂട്യൂബിൽ ഇപ്പോൾ ഈ കൊറോണ കഴിഞ്ഞതിന് ശേഷമാണ് ഒരുപാട് ആൾക്കാർ കൂടുതൽ യൂട്യൂബിൽ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നത്. അതിനു മുമ്പ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു ടിക്ടോക്ക്. ഗൾഫ് നാടുകളിൽ എല്ലായിടത്തും ടിക്ടോക്ക് ഉണ്ട്. ടിക്ടോക്കിൽ നമ്മൾ ഓരോ വീഡിയോ കൊളാബ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റിമിക്സ്, പല വെറൈറ്റി പരിപാടികളും നമ്മൾ ടിക്ടോക്കിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ വീഡിയോ ചെയ്ത് ഇപ്പോൾ നമ്മളുടെ ഷോർട്സ് വീഡിയോയിലും ഇടാനുള്ള അവസരം യൂട്യൂബ് തന്നിട്ടുണ്ട്. അപ്പോൾ നാട്ടിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടിക്ടോക്ക് കട്ടായി പോയെങ്കിലും കൂടിയിട്ട് ഇപ്പോൾ എല്ലാവരും ഇൻസ്റ്റാഗ്രാമിലായാലും യൂട്യൂബിൻ്റെ ഷോർട്സിലായാലും പണ്ട് ടിക്ടോക്കിൽ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ കൂടി നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കൊളാബ് ചെയ്ത് കണ്ടിട്ട് ചില ചാനലുകൾ നന്നായിട്ട് ഏണിങ്സ് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ആ കൊളാബ് ചെയ്യുമ്പോൾ അതിൻ്റേതായ രീതിയിൽ ചെയ്തില്ലെങ്കിൽ വീണ്ടും പ്രശ്നങ്ങളുണ്ടാവും. കാര്യം എന്താ വെച്ചാൽ, ഒന്നില്ലെങ്കിൽ റീയൂസ്ഡ് കണ്ടന്റ് വരും, അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ വന്നു കണ്ടിട്ട് നമ്മുടെ മോണിറ്റൈസേഷനൊക്കെ കട്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കൊളാബ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റേതായ രീതി ചെയ്യണം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു മറ്റുള്ള ഒരാളുടെ വീഡിയോ എടുത്തിട്ടാണ് നമ്മൾ കൊളാബ് ചെയ്യുന്നത്. അപ്പോൾ ആ വീഡിയോ എടുക്കുമ്പോൾ അത് നമ്മൾ കൊളാബ് ചെയ്യാനുള്ള ഓപ്ഷൻ റെഡിയാക്കിയിട്ട് നമ്മളുടേതായ ക്രിയേറ്റിവിറ്റി അതിൽ കൊണ്ടുവരാൻ ശ്രമിക്കണം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു വീഡിയോ കണ്ടു, ഒരു സോങ് അല്ലെങ്കിൽ തന്നെ ഒരു കോമഡി, ഏതൊരു വീഡിയോ നമ്മൾ കാണണമെങ്കിലും നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒന്നുകിൽ നമ്മൾ റൈറ്റ് സൈഡിൽ, അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ, അല്ലെങ്കിൽ താഴെ, ഇങ്ങനെ പല ഓപ്ഷൻ അതിനകത്തുണ്ട്. അപ്പോൾ എവിടെയാണ് നമ്മളുടെ ഭാഗം ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആ വീഡിയോന് അനുയോജ്യമായ റിയാക്ഷൻ കൊടുക്കാൻ ശ്രമിക്കണം. ആ റിയാക്ഷൻ കൊടുത്ത്, അപ്പോൾ ഇപ്പം ഞാൻ ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു റിയാക്ഷൻ കൊടുക്കുന്നത് ആദ്യം കൊടുക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏകദേശം ഈ ഫിലിമിലൊക്കെ ഡബ് ചെയ്യണമെന്ന പോലെ ആദ്യം നമ്മൾ മൈക്ക് ഓഫ് ചെയ്തിട്ടാണ് നമ്മൾ ഈ റിയാക്ഷൻ കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആ മൈക്കിൽ കൂടെ നമുക്ക് ഓൺ വോയിസ് കൊടുക്കാം. അതിപ്പോൾ നമ്മൾ എന്തെങ്കിലും ചിരിക്കണതാവാം, അല്ലെന്തെങ്കിലും ആ വീഡിയോനെ പറ്റി എന്തെങ്കിലും നല്ല വാക്ക് പറയണമാവും. പക്ഷെ അതിനെപ്പറ്റി മോശമായിട്ടൊന്നും പറയാതെ ഇടാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മോണിറ്റൈസേഷനോ അല്ലെങ്കിൽ യൂട്യൂബിന് തന്നെ മനസ്സിലാവും നമ്മളുടെ ക്രിയേറ്റിവിറ്റിയാണ് അതിനകത്ത് വന്നിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫിൽറ്റർ വേണമെങ്കിൽ ഫിൽറ്റർ ഇടാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. അങ്ങനെ ഒരുപാട് ഏണിങ്സ് ഉണ്ടാക്കുന്ന ആളുകളുണ്ട് യൂട്യൂബിൽ. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചില ചാനലുകൾ, ഇപ്പം എൻ്റെ ഒരു ചാനൽ ഇതേപോലെ ഏകദേശം 2500 മേലെ സബ്സ്ക്രൈബറൊക്കെ ആയതാണ്. പക്ഷെ ഞാനത് വളരെയധികം വീഡിയോസൊക്കെ ഇട്ട് നല്ല രീതിയിൽ മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോൾ, പക്ഷേ എനിക്കന്ന് ഇത്രയ്ക്ക് അറിയാൻ പാടില്ലായിരുന്നുകൊണ്ട് എൻ്റെ ആ ചാനൽ മോണിറ്റൈസേഷൻ ആയതിന് ശേഷം തന്നെ രണ്ടാമതൊരു യൂസർ കണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞ് വീണ്ടും ഞാൻ റീഅപ്ലൈ ചെയ്തു. പിന്നെ 1 മാസം കാത്തിരുന്ന് വീണ്ടും അത് റിജക്റ്റായി. അപ്പോൾ നമ്മൾ
പുതുതായിട്ട് തുടങ്ങിയിട്ടുള്ള ആൾക്കാർക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പം എൻ്റെ ഒരു സുഹൃത്ത് ഒരു ചാനൽ തുടങ്ങിയിട്ട് ആ പുള്ളി ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് ഒരുപാട് വ്യൂവേഴ്സും വന്നിട്ടുണ്ട്, ഒരുപാട് സബ്സ്ക്രൈബർ ഉണ്ടാവും. പക്ഷെ ഞാൻ ചുമ്മാ വീഡിയോകളെല്ലാം എടുത്ത് നോക്കിയപ്പോൾ ഉണ്ടായ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തുള്ള വീഡിയോസൊക്കെ ഈ സിനിമയിലത്തെ മോഹൻലാൽ, മമ്മൂട്ടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് എടുത്തിട്ടുള്ളത്. പക്ഷെ അതിനൊന്നും ഒരിക്കലും മോണിറ്റൈസേഷൻ കിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിനിമയുടെ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് വീഡിയോ അങ്ങനെ കട്ട് ചെയ്തിട്ട് ഇട്ടിരിക്കുകയാണ്. അപ്പം അത് പുള്ളിക്ക് അതിങ്ങനെ ഒരു ചാനലായിട്ട് കൊണ്ടു നടക്കാന്നല്ലാതെ പുള്ളിക്ക് അറിയില്ല അതിനെക്കുറിച്ച്. അത് കാരണം ഒന്നും ആളെ ശ്രദ്ധിക്കാതെ ഭയങ്കര റീച്ചാണ് ചാനൽ. പക്ഷെ പറഞ്ഞിട്ടെന്താ കാര്യം, ഒരു ഉപകാരമില്ല. ഇനിയിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര റീച്ചായതിൻ്റെ പേരിൽ ഇനി ആൾക്ക് സ്വന്തമായിട്ട് ഏതെങ്കിലും ഒരു കാറ്റഗറി എടുത്ത് വീഡിയോ ചെയ്ത് ഇട്ടിട്ട് ഇപ്പം അതിൻ്റെ വാച്ച് അവർ ഒന്നും ആൾ നോക്കാറില്ല, ഒരു സാധനം നോക്കാറില്ല. വെറുതെ വീഡിയോ എടുത്ത് ഇങ്ങനെ ഓരോ സംഭവങ്ങൾ കട്ട് ചെയ്ത് ന്യൂസ് ചാനലായാലും അതിൻ്റെ അന്ന് കട്ട് ചെയ്തിടും. അങ്ങനെയാണ് വീഡിയോ ചെയ്തിട്ടിരിക്കുന്നത്. പക്ഷെ ഇനിയിപ്പോൾ വീഡിയോ ഓരോന്ന് ഇട്ട് അതിനനുസരിച്ച് വ്യൂവേഴ്സ് കയറുവാണെങ്കിൽ തലയ്ക്കാന്ന് ഓരോ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ചാനൽ വീണ്ടും കയറി വരും. അങ്ങനെ ഇനി അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഞാനത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷെ അപ്പം എനിക്കിപ്പോൾ പറയാനുള്ളത്, ശരിക്കും കൊളാബ് ചെയ്യുമ്പോൾ അതിൻ്റെതായ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കും നല്ല ഏണിങ്സ് ഉണ്ടാക്കാം. കൊളാബും ഗ്രീൻ സ്ക്രീനും. അപ്പോൾ അങ്ങനെ മാത്രം ചെയ്തിട്ട് ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ട്. അപ്പം കൊളാബ് ചെയ്യുമ്പോൾ അതിൻ്റെതായ രീതിയിൽ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാനിപ്പോൾ ടെക് ചാനലിലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലത്തെ നല്ല നല്ല ചെറിയ ചെറിയ ടിപ്സുകളായിട്ട് വീണ്ടും കാണുന്നത് വരെ നമസ്കാരം. അപ്പം നാളെ ഒരു കുക്കിംഗ് വീഡിയോ ഉണ്ട്. ഡേ ഓഫിൻ്റെ ദിവസം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അപ്പം നിങ്ങൾ തരുന്ന ചെറിയ ചെറിയ സപ്പോർട്ട് ഇപ്പം കാണുന്നവർ ബാക്കിയുള്ളവർ പിന്നെ കണ്ടോളും. അപ്പം എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം, താങ്ക് യു.